കൊണ്ടും വളരെ ശ്രദ്ധേയമായ ഒരു കുടിവരവാണ് ഇന്ന് ഈ ഞായറാഴ്ച നമ്മളിവിടെ നടത്തുന്നത്. ഈ വലിയ ഹാള്, അതിൻ്റെ മുഖ്യ ഭാഗം നിറയെ കലാരൂപതക്കാരായ കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. ഇത്തരം സമ്മേളനങ്ങൾ നമ്മൾക്ക് അത്ര അപരിചിതമല്ല. ഒരുപാട് വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് ജോർജ് വർഗീസ് അച്ഛൻ കത്തോലിക്ക കോൺഗ്രസിന്റെ രൂപതാ ചുമതല ഏറ്റെടുത്ത നാൾ മുതൽ നമ്മൾ നല്ലൊരു ഓട്ടം ഓടുന്നുണ്ട്. അത് ഫലപ്രദമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഏത് പ്രതിസന്ധിയിലും നമുക്ക് ഒന്നിക്കാനും തീരുമാനമെടുക്കാനും പറ്റും. ഏത് പ്രയാസം വന്നാലും അവിടെയൊക്കെ നമ്മളെ ഒന്നിപ്പിക്കുന്ന ഘടകം ജോർജ് വർഗീസ് അച്ഛനാണ്. ഇപ്പോൾ ഇമ്മാനുവേൽ ഉഷാറും എല്ലാം ഒന്നിച്ചാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ മറ്റാരെങ്കിലും ആണെങ്കിൽ വിട്ടുകളയുന്ന വിഷയങ്ങൾ വരുമ്പോഴൊന്നും അവിടെ നിരാശപ്പെടാതെ പ്രത്യാശയോടുകൂടി മുമ്പോട്ട് പോകാനായിട്ട് കലാരൂപതയുടെ ഈ സമിതിക്ക് കരുത്തുണ്ട്, സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ യാക്കോബ് വഴിമധ്യേ ഒരു പാറയിൽ കിടന്ന് വിശ്രമിച്ചപ്പോൾ ഒരു കല്ല് തലയിണയായിട്ട് ഉപയോഗിച്ച് മുകളിലേക്ക് നോക്കിയപ്പോഴാണ് സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചത്. സ്വർഗം വരെ എത്തുന്ന ഗോവണിപ്പടി കണ്ടത്, മലഹമാര് കയറി ഇറങ്ങുന്നത്. അതുകൊണ്ട് അദ്ദേഹം ആ സ്ഥലത്തിന് ബേഥേൽ എന്ന് പേര് കൊടുത്തു. ഏൽ എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ്, ബേസ് എന്ന് പറഞ്ഞാൽ വീട്, ദൈവത്തിന്റെ വീട്. ദൈവത്തിന്റെ വീട് കാണണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം നമ്മൾ ധൈര്യപൂർവ്വം ഏറ്റെടുക്കണം. പാറയിൽ കിടന്ന് കല്ല് തലയിണയാക്കി മുകളിലോട്ട് നോക്കാൻ നമുക്ക് സാധിച്ച ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം ചേർന്ന് നിന്ന ഒരു വർഗമാണ് പാലായിലെ ഈ കത്തോലിക്ക കോൺഗ്രസ്സുകാർ. ഞാൻ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. രൂപതയിലെ യൂണിറ്റ് ഭാരവാഹികളായിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടുതലും ആയിരിക്കുന്നത്. ഒപ്പം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, നമ്മുടെ ഗ്ലോബൽ സമിതി നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ അവകാശമാണ്, അവരുടെ ഉത്തരവാദിത്വമാണ് ഓരോ രൂപതയിലും ഈ പ്രസ്ഥാനം എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്ന് കണ്ട് മനസ്സിലാക്കുക എന്നത്. ആ സമിതിയിൽപ്പെട്ടവരുടെ മുഖ്യധാരയിൽ നിൽക്കുന്നവരെല്ലാം, രാജീവും ഫിലിപ്പച്ചനും ജോസൂട്ടി പ്രൊഫസറും എല്ലാം ഇവിടെ ഉണ്ട്. അത് നമുക്കൊരു കരുതലാണ്. അങ്ങനെയുള്ള അന്വേഷണങ്ങൾ, അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ പൊതു കാര്യസ്ഥന്മാര് ഉൾച്ചേരുമ്പോൾ അതിനൊരു ബലമുണ്ട്. നമ്മൾ ഈ നാടുകളിൽ 3 വലിയ അൽമായ മീറ്റിംഗ് ആയിരുന്നു സെനറ്റുകളായിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടത്തി. രൂപതയുടെ എല്ലാവരുടെയും ചേർന്നുള്ള അസംബ്ലി, എപ്പാർക്കൽ അസംബ്ലി നടത്തി. അതിൻ്റെ എല്ലാം ഒരു കൾമിനേഷനാണ്, എല്ലാ രൂപതകളുടെയും ഒരു കൂടിവരവാണ് മേജർ അസംബ്ലി നമ്മൾ നടത്തിയെന്നത്. അത് സഭയുടെ അഭിമാനമാണ്. സഭയുടെ ഉന്നത സ്ഥാനത്ത് അലങ്കരിക്കുന്ന ആളുകളാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അവരുടെ സാന്നിധ്യത്തിനാണ് അവിടെ കൂടുതൽ പ്രാധാന്യമുള്ളത് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ രൂപത ഭാരവാഹികൾ ഇന്ന് ഗ്ലോബൽ സമിതിയുമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു സ്ട്രെങ്ത് ഉണ്ട്, കുറച്ചുകൂടെ ഒരു ബലിഷ്ഠമായ കരങ്ങളിൽ നമ്മൾ ഈ പ്രസ്ഥാനത്തെ എത്തിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഈ ദിവസങ്ങളിലെല്ലാം ഒരുപാട് ശുശ്രൂഷകളിൽ കഴിഞ്ഞ് മടുത്ത് ഞാൻ വിശുദ്ധിയിൽ നിന്ന് വരുന്ന വഴിയാണ്. 1-2 കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഈ പ്രസ്ഥാനം അത് അൽമായ മുന്നേറ്റ പ്രസ്ഥാനം ആണ്. അതോടൊപ്പം നിങ്ങൾ നല്ലൊരു
ആത്മീയത കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ഉള്ളവരെ കുറിച്ച് വളരെ ചുരുക്കമായിട്ട് അപവാദങ്ങൾ കേട്ടിട്ടുള്ളൂ. നിങ്ങൾ ഇടവകയിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ വിയാരിച്ചനോട് ചേർന്ന് നിൽക്കുമ്പോൾ, സൺഡേ സ്കൂളില് ഇടവകയുടെ പൊതുക്കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വളരെ മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങൾക്കൊരു ആത്മീയ പൈതൃകം കൊണ്ടു നടക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് സമുദായത്തിന്റെ സമ്പത്താണ്, സഭയുടെ വിശ്വാസത്തിന്റെ കാതലാണ്, ഒപ്പം അയൽവക്ക മതങ്ങളോടുള്ള ബന്ധത്തിന്റെ ഒരു കരുതലും കൂടിയാണ്. അതെല്ലാവരും എല്ലാ ഇടവകളിലും തന്നെ ഹൈന്ദവ സഹോദരങ്ങൾ നമുക്ക് കൂടുതലായിട്ടുണ്ട്. പാലായിൽ 8 ലക്ഷം ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ഒരു 3.5 ലക്ഷമാണെങ്കിൽ ഇതര മതസ്ഥരാണ് ബാക്കിയുള്ളവർ. അവരോടൊക്കെ നമുക്ക് നല്ല സ്നേഹബന്ധത്തിൽ പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ആരോടും ശത്രുതയില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ വർഷം അരുവിത്രയിൽ വെച്ച് നമ്മൾ നടത്തിയ മഹാസമ്മേളനം. അവിടെ നമുക്ക് ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജോർജച്ചനെയും ആശ്വസിപ്പിക്കാറുണ്ട്, ഒന്നും പേടിക്കണ്ട, അതൊക്കെ തമ്പുരാന്റെ കയ്യിലാണ്. അവിടെ മഴ പെയ്താലും മറ്റാശങ്കകൾ ഉണ്ടായിരുന്നെങ്കിലും അതിഗംഭീരമായിട്ട് നമുക്ക് ആ സമ്മേളനം നടത്താൻ പറ്റി. അത് ലോകം മുഴുവൻ കണ്ട ഒരു കാര്യമാണ്. അവിടെ നമ്മുടെ സഭയുടെ ശക്തി എന്താണെന്നും സമുദായത്തിന്റെ ഉത്തരവാദിത്വം എന്താണെന്നും ഭാരത സംസ്കാരത്തോട് ചേർന്ന് നമ്മളെപ്പോലെയുള്ള ക്രൈസ്തവരെ എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ചുമൊക്കെയുള്ള ചിന്തകളാണ് അവിടെ പങ്കുവച്ചത്. അങ്ങനെ നമുക്ക് പൊതുസമൂഹത്തോട് നല്ലതുപോലെ ഇടപെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഈ പാലാ കത്തോലിക്ക കോൺഗ്രസിനെ ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛനും കലാകാലങ്ങളിൽ മാറി വരുന്ന രൂപതാ തല അധ്യക്ഷന്മാരും അത് വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് രൂപതയ്ക്കും ഒപ്പം ഗ്ലോബൽ സമിതിക്കും ഉള്ളത് എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്നൊന്നും നമ്മൾ ഒളിച്ചോടിയിട്ട് കാര്യമില്ല. ഓടുന്നത് വഴി നമുക്കൊരു പരിഹാരവും കൊടുക്കാനില്ല. നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് പരിഹാരം കൊടുക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇരുന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ പറ്റുന്നത്. ഓടിയകലുമ്പോൾ ആരാണെങ്കിലും ഏത് ഉത്തരവാദിത്തത്തിൽ നിന്നും നമ്മൾ ഓടിയകലുമ്പോൾ അത് ഒരു വലിയ നെഗറ്റീവ് എനർജിയാണ് കൊടുക്കുന്നത്. നമുക്ക് ഇന്ന് കേരളത്തിന്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ഒട്ടനവധി പൊതുവിഷയങ്ങളുണ്ട്. ഒന്ന്, മുല്ലപ്പെരിയാറ് വിഷയം തന്നെ വളരെ സങ്കീർണതയുള്ള ഒരു കാര്യമാണ്. സിനഡ് അത് ചർച്ച ചെയ്തിരുന്നു. അതിന്റെ ഒരു പഠന റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് 5 പിതാക്കന്മാരെ തിരഞ്ഞെടുത്ത് എന്നെയായിരുന്നു അത് ചുമതലപ്പെടുത്തിയിരുന്നത്. ഞാൻ അതനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും MLA മാരും MP മാരും ex-MLA മാരുമായിട്ടുമെല്ലാം ഡിജിറ്റൽ ഫോറത്തിൽ 6 തവണ ഈ ഒരു മാസത്തിനുള്ളിൽ സമ്മേളനം നടത്തി. നിങ്ങൾക്കറിയാം, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഉദ്യോഗസ്ഥവർഗപരമായിട്ടുള്ള ആളുകൾ IAS ഓഫീസേഴ്സിനെയാണ് പലരെയും വിളിച്ചത്. അവരുടെ പൊതു അഭിപ്രായം നമുക്കതിന്റെ ഹൈറ്റ്സ് കുറച്ച് സൈഡിലൂടെ തുരങ്കം നിർമ്മിച്ച് ടണൽ നിർമ്മിച്ച് തമിഴ്നാടിന് വെള്ളം കൊടുത്താൽ അവർക്കും പ്രശ്നമില്ല, നമുക്ക് അപകടം ഉണ്ടാവുകയില്ല. അതൊരു സൊല്യൂഷനാണ്. അതോടൊപ്പം രാഷ്ട്രീയക്കാരായിട്ടുള്ള MP മാര് MLA മാര് മന്ത്രിമാര് അവരുടെ ഒരു പൊതു വികാരം പുതിയ അണക്കെട്ട് താഴേക്ക് അല്പം ഇറങ്ങി പുത്തനായിട്ട് പണിയണം, ഇപ്പോൾ ഉള്ളത് ഡീകമ്മീഷൻ ചെയ്യണം. അത് അപകടകരമായ ഒരു അവസ്ഥയിലാണ്. ഒരുപാട് വർഷങ്ങൾ 100 വർഷത്തിലൊക്കെ അപ്പുറത്തേക്ക് 130 വർഷങ്ങളൊക്കെ ആയ കാര്യമാണ്. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നെങ്കിലും അതിന്റെ എല്ലാം ഒരു കണക്റ്റിംഗ് ലിങ്ക് നമുക്ക് മനുഷ്യന്റെ ജീവനെ പ്രൊട്ടക്ട് ചെയ്യാനും അതിലുള്ള താല്പര്യവും കൂടിയാണ്. അത് നമ്മൾ നിരന്തരമായിട്ട് ഇനിയും പഠിക്കേണ്ട ഒരു വിഷയമാണ്. പൂർണ്ണമായിട്ട് അതിന് ഉത്തരം കൊടുത്ത് തീർക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല. സിനഡിൽ നിന്ന് നമ്മൾ അതിനൊരു മൂവ്മെന്റ് അങ്ങനെ നടത്തി. പിതാക്കന്മാര് എല്ലാവരും കൂടെ ഒപ്പിട്ട് അത് പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ചീഫ് ജസ്റ്റിസിനും കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർക്കും കൊടുക്കാനുള്ള ഒരു ചുമതലയായിരുന്നത്. അത് നിങ്ങൾ മറ്റനേകം അവസരങ്ങളിൽ നമ്മുടെ ആളുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അത് ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്.
അതുപോലെ ഒരു കാര്യമാണ് ഇപ്പോൾ വീണ്ടും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട തരത്തിൽ വന്നിരിക്കുന്ന ESA, ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്നുള്ള കാര്യം. അത് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു 10-12 വർഷങ്ങൾക്ക് മുൻപ് ഏറ്റവും കൂടുതൽ ആ വിഷയം കസ്തൂരിരംഗൻ റിപ്പോർട്ടും അതിന്റെ പിന്നിലും അതിന്റെ പിറകിലും വന്ന റിപ്പോർട്ട്സും ഒക്കെ നല്ലപോലെ പഠിച്ച് അത് മനസ്സിലാക്കി അതിന്റെ അപകടാവസ്ഥ എന്താണെന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിച്ച ഒരു ടീമായിരുന്നു ജോർജ് വർഗീസിനും ഈ രാജീവും നമ്മളുടെ അന്നത്തെ പല കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള സാജു അലക്സും. അവരുടെ തീവ്രമായ ഒരു പരിശ്രമം അത് ആ ഡോക്യുമെന്റ് ശരിക്ക് പഠിച്ച് അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം. ഞാനും കുറെ ക്ലാസ്സുകൾക്കൊക്കെ അവരുടെ കൂട്ടത്തിൽ പോയിരുന്നു. വളരെയേറെ ലക്ഷ്യങ്ങൾ സഹിച്ചാണ് ആ ഒരു പഠനം അവർ നടത്തിയത്. എളുപ്പമുള്ള കാര്യമല്ല. അത് വളരെ ടെക്നിക്കലായിട്ടുള്ള സാങ്കേതിക സ്വഭാവമുള്ള പഠനങ്ങളാണ്. പക്ഷേ ആ 2 പഠനങ്ങളെയും അനലൈസ് ചെയ്ത് അതിന്റെ പോരായ്മകൾ പഠിച്ചു. അതുപോലെ തന്നെ കോശി കമ്മീഷൻ വന്നപ്പോഴും ഞാറക്കുന്നേലച്ചനും ഇവിടെ ഇരിക്കുന്ന പലരും സജീവമായിട്ട് അതിൽ ഇടപെട്ടു. ഉമ്മന്റെ പഠനം വന്നപ്പോഴും അതേക്കുറിച്ച് അവർ പഠനം നടത്തി. ഇപ്പോഴത്തെ സർക്കാർ അതിന്റെ അല്പം വ്യത്യസ്തമായ സമീപനങ്ങളെടുത്ത് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയപ്പോൾ അതിനെക്കുറിച്ചും കാര്യഗൗരവത്തോടുകൂടി അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്ത ഒരു സമിതിയാണ് ഇവര്. അപ്പൊ ഞാനിത് പറഞ്ഞത് ഈ വക കാര്യങ്ങളെല്ലാം ഈ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ അത് പഠിക്കാനും അതിനെ നേരിടാനും അതിന്റെ വെല്ലുവിളികൾ എന്താണെന്ന് പൊതുസമൂഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെയുള്ള ആർജവത്വമുള്ള കരുത്തുള്ള തന്റേടമുള്ള ഒരു പ്രസ്ഥാനമാണ് പല കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ 2-3 വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രത്യേകമായിട്ട് പറഞ്ഞത്. നമുക്ക് ഇതിൽ നിന്നെല്ലാം ഉത്തരം കിട്ടേണ്ട കാര്യങ്ങൾ ഏറെയാണ്. അതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസ് പലപ്പോഴും ഏറ്റെടുത്തിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളുടെ DCMS, ദളിത് ക്രൈസ്തവരായിട്ടുള്ള ആളുകളുടെ അവരെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെടുത്തി അവരുടെ സഹോദരങ്ങളായിട്ട് നിൽക്കുന്ന കൗണ്ടർ പാർട്സിന് കിട്ടുന്നത് പോലെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി കേന്ദ്ര തലത്തിൽ തന്നെ തിരുത്തലുകൾ വരുത്തണമെന്നും അത് സംസ്ഥാന ഗവൺമെന്റ് ഇടപെടണമെന്നും ഒക്കെയുള്ള ആശയങ്ങൾ വന്നപ്പോൾ അവിടെയെല്ലാം ഈ പാലായി കൂടെ പ്രസംഗിച്ചുകൊണ്ട് കാണുന്നത് ഇവരൊക്കെയാണ്. ഈ ഞാറക്കുന്നേലച്ചനും സാജു അലക്സും ഈ രാജീവും ഈ ഇമ്മാനുവൽ സാറും ഈ ജോസേട്ടനും ഇവരെല്ലാം. അപ്പൊ അത് ഞാൻ പറയുന്നത് നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ, അതുപോലെ മണിപ്പൂരിലുണ്ടായ വിഷയം വന്നപ്പോൾ എത്ര വലിയ സമുജ്വലമായ രീതിയിലാണ് പാലായിൽ അന്ന് ടൗണിൽ മീറ്റിംഗ് കൂടിയത്. എല്ലാ വിഷയങ്ങളെ കുറിച്ചും അവരൊന്നും അറിയാതെ പോകുന്നില്ല, ഒന്നും പഠിക്കാതെ പോകുന്നില്ല, ഒന്നും ഭയപ്പെട്ട് ഓടുന്നുമില്ല. എവിടെയും ചെറുത്തു നിൽക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഒരു കൾച്ചർ ഈ കത്തോലിക്ക കോൺഗ്രസിൽ പകർന്നു കൊടുത്തിട്ടുണ്ട്. അത് കൈമാറ്റം ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഗ്ലോബൽ ഭാരവാഹികള് അവരെല്ലാം പറഞ്ഞതുപോലെ പാലക്കാരും പാലായിൽ നിന്ന് ഊർജം സമ്പാദിച്ച ആളുകളുമൊക്കെയാണ്. പദമംഗലത്തു നിന്നും ഒക്കെ വന്നിട്ടുള്ള അവരെല്ലാം നമ്മളുടെ വലിയ സമ്പത്ത് തന്നെയാണ്. അപ്പൊ ആ രീതിയിലെല്ലാം നമുക്ക് സാമൂഹ്യ വിഷയങ്ങൾ ഒക്കെ നല്ലപോലെ പഠിക്കണം. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് പല കത്തോലിക്ക കോൺഗ്രസ് ആണ്. എത്രയോ തവണ നമ്മൾ മദ്യവർജന പ്രസ്ഥാനവുമായിട്ട് ടൗണിലൂടെ യാത്ര ചെയ്തു, സംസാരിച്ചു, അതിനെ നേരിട്ടു. പരിശുദ്ധ പിതാവ് 2 ആഴ്ച മുമ്പ് പറയുകയുണ്ടായി, മദ്യം, മയക്കുമരുന്ന് ആ പണിയായിട്ട് നടക്കുന്നവര് മർഡറേഴ്സാണ്. അതാണ് മാർപ്പാപ്പ പറഞ്ഞത്, കൊലയാളികളാണ്. കഞ്ചാവിന്റെ ഏജന്റ്, മയക്കുമരുന്നിന്റെ ഏജന്റ് അവർ കൊലയാളികളാണ്. അവരെ മയപ്പെടുത്തിയുള്ള ഭാഷയിൽ സംസാരിക്കരുതെന്ന് പരിശുദ്ധ പിതാവ് പറയുന്ന കാര്യവും നമ്മൾ വിട്ടുകളഞ്ഞിട്ടില്ല. നമ്മുടെ ആ തരത്തിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചാണ് ഞാറക്കുന്നേലച്ചൻ ഇവരെല്ലാം പ്രസംഗിച്ചത്. അതാണ് ഇവരുടെ കരുത്തെന്ന് മുമ്പ് സംസാരിച്ചവരൊക്കെ പറഞ്ഞല്ലോ. സാമൂഹ്യ തിന്മകളെ നേരിടാന്, രാഷ്ട്രീയ പ്രതിസന്ധികളെ നേരിട്ട് കണ്ട് അവരോടൊരു എൻകൗണ്ടർ നടത്താനായിട്ട്, തിന്മകളെ പരിശോധിച്ച് അതിനോട് പ്രതികരിക്കാനായിട്ട് ഒക്കെ നമുക്ക് സാധിക്കണം. അതിന് കരുത്തുള്ള
ഒരു നിലപാടാണ് നമ്മൾ എക്കാലവും കാണിച്ചിട്ടുള്ളത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പിന്നീട് നമ്മൾ തുറന്നു വരുമ്പോൾ റബ്ബർ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വിഷയമാണ്. പാല എന്ന വാക്കുപോലും റബ്ബർ പാലിൽ നിന്ന് വന്നതാണെന്നൊക്കെ വിശദീകരിക്കുന്ന പ്രസംഗങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പശുവിൻ പാലിൽ നിന്നാണ് അത് കൂടുതലെന്ന് പറഞ്ഞ് തർക്കിക്കുന്ന ആളുകളുമുണ്ട്. ഇത് രണ്ടും നമുക്കുണ്ട്. പശുവിനെ വളർത്തുന്നവരാണ് പാലക്കാര്, റബ്ബർ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ അതൊന്നുമല്ല ശരിയെങ്കിൽ പോലും നമുക്ക് നമ്മൾ മുമ്പ് കാണുന്ന കാര്യങ്ങളെ കൂടെ ബന്ധിപ്പിച്ച് പറയുമ്പോഴാണല്ലോ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പൊ റബ്ബർ നമുക്ക് വേണ്ട എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി റബ്ബർ മുഴുവനും വെട്ടി നശിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, പ്രധാനമായിട്ടും കൊക്കോയ്ക്ക് വേണ്ടി. കൊക്കോയെ നമുക്ക് വേണ്ട രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് പുറത്തു കൊണ്ടുവരാനായിട്ട് നമുക്ക് പലപ്പോഴും പറ്റിയില്ല വേണ്ടതുപോലെ. റബ്ബറിന് ഇടക്കാലത്തൊക്കെ അല്പം വില കൂടി, ഇലക്ഷൻ വരുമ്പോൾ അല്പം ഒരനക്കം വരും. ആ ഇലക്ഷൻ തീർന്നു, മന്ത്രിസഭ നിലവിൽ വന്നു, പെട്ടെന്ന് വില പിന്നെയും താഴേക്ക് പോകും. തേങ്ങയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. കേരളത്തിന്റെ വാക്കും പ്രവൃത്തിയും സംസ്കാരവും എല്ലാം ഈ തെങ്ങിൽ നിന്നാണ്, തേങ്ങയിൽ നിന്നാണ്, കൊപ്രായിൽ നിന്നാണ്, വെളിച്ചെണ്ണയിൽ നിന്നാണ്. അതിന്റെ ഇതാണ്. ഏതെങ്കിലും ഒരു അവസരത്തിൽ അല്പം വില കൂടും. ഇപ്പോൾ കുറച്ച് നാളായിട്ടൊക്കെ കുറച്ച് വിലയുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. മറ്റു തരത്തിലെല്ലാം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ തെങ്ങിന് രോഗങ്ങളുണ്ട്. അത് കുരുമുളകിന്റെ കാര്യത്തിൽ വന്നാലും, കാപ്പിക്കുരുവിന്റെ കാര്യത്തിൽ വന്നാലും, കൊക്കോയുടെ കാര്യത്തിൽ വന്നാലും എല്ലാം ഇതാണ്. നാണ്യ വിളകൾക്ക് വലിയ ഒരു പാരമ്പര്യമുള്ള സ്ഥലമാണ് പാല. ഇവിടെ നിന്നാണ് എല്ലാ കർഷകരും മലബാറിലേക്കും ഹൈറേഞ്ചിലേക്കും ഒരു പരിധിവരെ തിരുവനന്തപുരത്തേക്കും ഒക്കെ പോയത്. അതുകൊണ്ട് ഇവിടെ കത്തോലിക്ക കോൺഗ്രസ് അവരുടെ കയ്യിലുള്ള ഒരു പിടിവള്ളിയാണ് ഈ കർഷക മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവര് അടുക്കളത്തോട്ടമായിട്ടും ടെറാസ് തോട്ടമായിട്ടും മുറ്റത്തെ തോട്ടമായിട്ടും ഇങ്ങനെയൊക്കെ നൂറുകണക്കിന് പേരുകൾ പറഞ്ഞ് ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നത്. പാലാ മീനച്ചിൽ താലൂക്കിൽ ഉള്ളതുപോലെ പഴവർഗ്ഗങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചക്കറി തോട്ടങ്ങളും പച്ചക്കറി വൈവിധ്യങ്ങളുമുള്ള ഒരു സ്ഥലവും കാണുകയില്ല. എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മുടെ ഒരു സാധാരണ വീടിന്റെ മുറ്റത്ത് തന്നെ അവർ കൃഷി ചെയ്ത് ഉപയോഗത്തിനായിട്ട് കൊണ്ടുവരുന്നത്. അത്ര സമൃദ്ധിയുള്ള ഒരു ദേശമാണ് അത്. നമ്മൾ കത്തോലിക്ക കോൺഗ്രസ് അതുകൂടെ ഏറ്റെടുത്ത് പലപ്പോഴും നല്ല രീതിയിൽ നടത്തുന്നത് കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാർഷിക മേഖലയിലൂടെയുള്ള മുന്നേറ്റം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. കൃഷി വിട്ടുകളഞ്ഞിട്ട് നമുക്ക് മറ്റെന്ത് കാര്യത്തിൽ നമ്മൾ മുന്നേറിയാലും അതുകൊണ്ട് വലിയ ഫലമില്ല. കൃഷിക്ക് ഒരു മാന്യതയുണ്ട്, അതിനൊരു സാംസ്കാരികമായ ഒരു മുഖമുണ്ട്, അതൊരു നൽകുന്ന ഒരു കൂട്ടായ്മയുണ്ട്, അത് പരിപോഷിപ്പിക്കുന്ന ഒരു വിശ്വാസ സംഹിതയുണ്ട്. അതെല്ലാം നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ കത്തോലിക്ക കോൺഗ്രസ് ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വൈവിധ്യമാർന്ന വിഷയങ്ങളെ കാണുകയും പഠിക്കുകയും ആ പഠിപ്പിലൂടെ ഈ രൂപതയെയും നമ്മുടെ സഭയെയും മുമ്പോട്ട് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ ആർജവത്തോടുകൂടി സഭയുടെ കാര്യങ്ങള്, സഭയുടെ വിശുദ്ധ പാരമ്പര്യം, സഭയുടെ ആരാധനാക്രമം, സഭയുടെ പൊതുവായിട്ടുള്ള ഭരണ സംവിധാനങ്ങള് അതിനെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ ഈ കത്തോലിക്ക കോൺഗ്രസ്സുകാര് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവർക്ക് ആ ഭാഷയിൽ എഴുതാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, മറുപടി കൊടുക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, കുറച്ചുകൂടെ മാന്യത പാലിക്കുന്നതാണ് ക്രിസ്തീയതയുടെ അടിസ്ഥാനം എന്നറിയാവുന്നത് കൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നതാണ്. ഏത് അവസരത്തിലും ഈ സഭയോ ഈ സമുദായമോ ഈ വിശാല സമൂഹമോ വേദനിക്കുന്നത് കണ്ടാൽ അവിടെയൊക്കെ മുൻപോട്ട് ചാടി ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ് കത്തോലിക്ക കോൺഗ്രസ്സുകാർ. നിങ്ങളെപ്പോലെ വേറൊരു സംഘടനയുമില്ല. നിങ്ങളെ വെറുതെ പുകഴ്ത്താൻ വേണ്ടി ഞാൻ പറയുന്നില്ല. നമുക്ക് രൂപതയിൽ 10-22 സംഘടനകളുണ്ട്. വേറെ ഒരു സംഘടനയ്ക്കും ഇതുപോലെ ഈ ഞായറാഴ്ച ഇതുപോലെ നിങ്ങൾ വേറെ ആരെങ്കിലും വന്നിരിക്കുമോ? വരികയില്ല. അതാണ് നിങ്ങളുടെ പ്രത്യേകത. അപ്പൊ അത് നിങ്ങൾ രാവിലെ തന്നെ വന്നു കുർബാന ചൊല്ലി. ആ തരത്തില് ഞാൻ പറയുന്നൊരു സൺഡേയുടെ പ്രാധാന്യം കൂടെ നിങ്ങൾ എടുത്ത് കാണിക്കുകയായിരുന്നു. ഞായറാഴ്ച വന്ന് പരിശുദ്ധ കുർബാനയിൽ തുടങ്ങി ആരംഭിച്ച് നടത്തുന്ന ഈ പരിശ്രമം, അത്തരത്തില് നിങ്ങൾ നല്ലൊരു നെറ്റ്വർക്കിംഗ് ഈ രൂപതയിലും നമ്മുടെ സഭയിലും വിശാല സമൂഹത്തിലും നടത്തുന്നുണ്ട്. നിങ്ങൾക്കാണ് കരുത്തുള്ളത്.
നിങ്ങൾക്കാണ് സാമൂഹിക തിന്മകളെ ചെറുത്തു നിൽക്കാൻ പറ്റുന്നത്. ഒപ്പം ഇതുപോലുള്ള അനേകം വിഷയങ്ങൾ പഠിച്ച് എടുക്കാനുള്ള സാമർഥ്യവും. നിങ്ങൾ വലിയ എഞ്ചിനീയേഴ്സും ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഇവർക്ക് നല്ല നല്ല പ്രാവീണ്യമുണ്ട്. ഇവരുടെ കയ്യിൽ ആളുണ്ട്. ഞാറക്കുന്നലച്ചന്റെ 2500 സൺഡേ സ്കൂൾ അധ്യാപകരുണ്ട്. അറിയാമല്ലോ, അത് ഒന്ന് ഞൊടിച്ചാൽ ഈ 2500 പേരും പല ടൗണിൽ ഇറങ്ങും. രാമപുരത്ത് 5000 പേര് അദ്ദേഹം ഒന്ന് ഞൊടിച്ചാൽ ഇവിടെ വരും. കോതനല്ലൂരിൽ നിന്ന് 3000 പേര് വരും. മുണ്ടാങ്കലിൽ നിന്ന് 2000 പേര് വരും. അതാണ്. അപ്പൊ അങ്ങനെ ജനങ്ങളോട് ബന്ധപ്പെട്ടും ജനങ്ങളുടെ വിഷയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സമുദായത്തിൽ സ്ഥാനമുള്ളത്. സുവിശേഷത്തിന്റെ സന്ദേശം അതാണ്. നമ്മൾ എളിമയോടും ജാഗ്രതയോടും ഒരു ആഡംബരവും ഇല്ലാണ്ട് നമ്മളൊക്കെ, എനിക്ക് ഈ ചേട്ടന്മാരെയൊക്കെ വളരെ നമ്മുടെയൊക്കെ ഭക്ഷണക്രമങ്ങൾ, നമ്മുടെ വസ്ത്രം ഒക്കെ വളരെ സാധാരണ രീതിയിലുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും ലളിതമായ രീതിയിൽ വല്ല ഉണക്കമീനും ഒക്കെ കഴിച്ച് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. നമുക്ക് അതിനപ്പുറത്തേക്കുള്ള വലിയ ആഡംബരങ്ങളൊന്നുമില്ല. ഉള്ളതൊക്കെ സൂക്ഷിച്ച് വെച്ച് വീട്ടുകാരാണെങ്കിൽ പിന്നെ മക്കൾക്ക് കൊടുക്കുക, ഞങ്ങളെപ്പോലെ ഉള്ളവരാണെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുക. ഇതൊക്കെയാണ് ജോലി. ഞങ്ങളുടെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞങ്ങൾ മറ്റുള്ളവർ കൊടുക്കുകയാണ്. ഈ എമാനുവൽ സാറൊക്കെ ചെമാച്ചന്മാരെ പഠിപ്പിക്കാനും പാവപ്പെട്ടവർ കൊടുക്കാനൊക്കെയാണെന്നും പറഞ്ഞ് എന്റെ വല്ല പൈസയൊക്കെ വല്ലപ്പോഴും കൊണ്ട് തരുന്ന അങ്ങനെ ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് അറിയാം അതിൽ 1 രൂപ പോലും വഴിവിട്ടു പോവുകയില്ലെന്നും അതെന്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്നുവോ ആ സ്ഥാനത്ത് എത്തുമെന്നും. അങ്ങനെയുള്ള വലിയ കരുതല് നമ്മുടെ 1300 വീട് പണിതു. 1300 ഹോംപാല വീട് പണിതു. ഒരു സർക്കാരിന് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയില്ല. ഇതുപോലുള്ള അച്ഛന്മാരുള്ളത് കൊണ്ടാണ് 100ഓളം വീട് രാമപുരത്ത് പണി തീർത്താണ് ഞാറക്കുന്നലച്ചനോട് പോകുന്നത്. 100ഓളം വീട്. ഞാൻ അടുത്ത ആഴ്ച അവിടെ 10 വീടുകളിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ്. നമ്മുടെ SABS സിസ്റ്റേഴ്സ് പണി തീർത്താണ്. ഓരോ വീടിനും 12-14 ലക്ഷം രൂപ ചെലവ് വരുന്നതാണ് 10 വീടുകൾ. അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ സുവിശേഷം ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഇതര മതസ്ഥർക്ക് നമ്മൾ വീടുകൾ കൊടുക്കാറുണ്ട്. നമുക്ക് സാധിക്കുന്ന പോലെ അവരും ഈ സംസ്ഥാനത്ത് ജീവിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടവരാണ്. ഞാൻ എൻ്റെ വാക്കുകൾ സംഭരിക്കുകയാണ്. ഈ സമുദായത്തെയും സഭയെയും വിശാല സമൂഹത്തെയും ഇതുപോലെ കണ്ട് പഠിച്ച് അതിനുവേണ്ടി ജീവിക്കാനായിട്ട് വ്രതം ചെയ്തവരെ പോലെയാണ് നിങ്ങൾ പെരുമാറുന്നത്. അതാണ് എനിക്ക് പറയാനുള്ളത്. വ്രതമെടുത്ത ആളുകളെ പോലെയാണ് പല KCC-ക്കാരും. അതിൽ നിങ്ങൾക്ക് ഗ്ലോബൽ സമിതിക്കും ആഹ്ലാദിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴും ഉറപ്പുള്ള ഒരു സമൂഹം, സഭയുടെ കൂട്ടത്തിൽ, സമുദായത്തിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു പറ്റം ആളുകൾ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായിട്ടും ഗ്ലോബൽ സമിതി നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് ഈ പിൻബലം ഉണ്ടാകും എന്ന് ഞാനും പറയുകയാണ്. ഇന്നിവിടെ നിങ്ങൾ ഇതുപോലെ ഒത്തുചേർന്നതിലൂടെ എന്റെ സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഈ സമ്മേളനത്തെയും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് 2 കാര്യങ്ങളെയും ഞാൻ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നതായും അറിയിച്ചു.